റിപ്പോർട്ടർ ബ്രേക്കിംഗ്. പൂജപ്പുര സെൻട്രൽ ജയിലിൽ ഗുരുതര സുരക്ഷാ വീഴ്ച. സോളാർ പ്ലാന്റിന്റെ ഉപയോഗശൂന്യമായ ബാറ്ററികളിലെ വിലപിടിപ്പുള്ള സാധനങ്ങൾ മോഷണം പോയി. 300 ബാറ്ററികളിൽ നിന്നാണ് 5.5 ലക്ഷം രൂപ വില വരുന്ന സാധനങ്ങൾ മോഷ്ടിച്ചത്. കഴിഞ്ഞ 4 വർഷത്തിനിടെയാണ് മോഷണം നടന്നതെന്ന് പൂജപ്പുര സെൻട്രൽ ജയിൽ സൂപ്രണ്ട് പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു. സൂപ്രണ്ടിന്റെ പരാതിയിൽ പൂജപ്പുര പോലീസ് കേസെടുത്തു. 3 മാസം മുൻപ് രജിസ്റ്റർ ചെയ്ത കേസിനെക്കുറിച്ച് പുറംലോകം അറിഞ്ഞിട്ടില്ല. എഫ്ഐആറിന്റെ പകർപ്പ് ഇപ്പോൾ റിപ്പോർട്ടറിന് ലഭിച്ചു. TV പ്രസാദ് വിവരങ്ങൾ നൽകും. പ്രസാദ്, ഇപ്പോൾ ഗോവിന്ദച്ചാമിയുടെ ചാട്ടത്തിന് ശേഷമാണ് ജയിലുകളുമായി ബന്ധപ്പെട്ട് പല വിവരങ്ങളും പുറത്തു വരുന്നത്. 3 മാസം മുമ്പ് നൽകിയ പരാതിയാണ്. 4 വർഷത്തിനിടയിൽ നടന്ന മോഷണമാണെങ്കിൽ ആ മോഷണം തന്നെ അറിയാൻ വൈകിയെന്നല്ലേ മനസ്സിലാക്കേണ്ടത്. എന്തായി അന്വേഷണം? ഉറപ്പായി അത് തന്നെയാണ് ശ്രുതി. ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ് തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ ഉണ്ടായത്. അതൊന്നും ജയിൽ അധികൃതർ അറിഞ്ഞിട്ടേ ഇല്ല എന്നുള്ളതാണ്. ആ സെൻട്രൽ ജയിലിലെ കോമ്പൗണ്ടിലെ പവർ ലോണ്ടറി യൂണിറ്റിലാണ് ഈ ഒരു മോഷണം, അതിൻ്റെ കെട്ടിടത്തിലാണ് ഈ ഒരു മോഷണം നടന്നിരിക്കുന്നത്. 3 മാസം മുമ്പാണ് പരാതി കൊടുത്തത്, കഴിഞ്ഞ മാർച്ച് മാസം. പക്ഷേ ഈ പരാതിയെക്കുറിച്ചോ കേസിൻ്റെ അന്വേഷണത്തെക്കുറിച്ചോ ഇതുവരെ പുറം ലോകം അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. 1-2 അല്ല ശ്രുതി, ലക്ഷങ്ങൾ വില വരുന്ന 5.5 ലക്ഷം രൂപ വില വരുന്ന 300 ബാറ്ററികളുടെ വിലപിടിപ്പുള്ള ഭാഗങ്ങളാണ് മോഷണം നടന്നത് എന്നാണ് സെൻട്രൽ ജയിലിൻ്റെ സൂപ്രണ്ട് പൂജപ്പുര പോലീസിൽ കൊടുത്ത പരാതിയിൽ പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് FIR എടുക്കുകയും ചെയ്ത് കേസന്വേഷണവുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് പൂജപ്പുര പോലീസ് അറിയിക്കുന്നത്. മറ്റ് കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ നിലവിലെ സാഹചര്യത്തിലില്ല. പക്ഷേ പൂജപ്പുര സെൻട്രൽ ജയിൽ പോലെയുള്ള ഒരു കോമ്പൗണ്ടിൽ നിന്ന് എങ്ങനെയാണ് ആ കെട്ടിടത്തിൽ നിന്ന് ഇത്ര വിലപിടിപ്പുള്ള സാധനങ്ങൾ നഷ്ടപ്പെടുന്നത് എന്നുള്ളതാണ്. നഷ്ടപ്പെടുന്നു എന്ന് മാത്രമല്ല, നേരത്തെ സ്മൃതി പറഞ്ഞതുപോലെ കഴിഞ്ഞ 4 വർഷമായിട്ട് ഇക്കാര്യം ആരും അറിഞ്ഞിട്ടില്ല എന്നുള്ളത് അതിലേറെ ഗൗരവം തന്നെയാണ്. എന്തായാലും ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിന് പിന്നാലെ സംസ്ഥാനത്തെ മറ്റ് ജയിലുകളിലുള്ള സുരക്ഷാ വീഴ്ചകളും ഒന്നൊന്നായി പുറത്തേക്ക് വരികയാണ് സ്മൃതി. ഈ അന്വേഷണം ഏത് ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു എന്ന് പോലീസ് പറയുന്നുണ്ടോ പ്രസാദ്? അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസും പുറത്തുവിടുന്നില്ല സ്മൃതി. ഇന്ന് രാവിലെ നമ്മൾ ചോദിച്ച സമയത്താണ് പോലീസ് ഇക്കാര്യം പുറത്തേക്ക് അറിഞ്ഞു എന്ന വിവരം പോലും മനസ്സിലാക്കുന്നത്. അതായത് മാധ്യമങ്ങളിൽ നിന്ന് മറച്ചു വെക്കാനുള്ള വലിയ ശ്രമം ജയിലധികൃതരുടെ ഭാഗത്തുനിന്നും പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നമ്മൾ അന്വേഷിച്ചു വരികയാണ് എന്നുള്ള മറുപടിയാണ് നമുക്ക് കിട്ടിയത്. എന്തായാലും ഇതൊരു ഗുരുതരമായ വീഴ്ച തന്നെയാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരം സെൻട്രൽ ജയിൽ എന്ന് പറയുന്നത് അത്രയും സുരക്ഷിതത്വമുള്ള, അത്രയും ഒരുപാട് നിയന്ത്രണങ്ങളും കാര്യങ്ങളും എല്ലാം ഉള്ള അതിൻ്റെ കോമ്പൗണ്ടിലെ കെട്ടിടത്തിൽ നിന്ന് ഇത് മോഷ്ടിക്കുക എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ അത് ഈ ജയിലിനകത്ത് നിന്ന് ഉള്ളവർ തന്നെയാണോ എന്ന നിലയിലേക്ക് പോലും സംശയങ്ങൾ വരും. പക്ഷേ ഈ ഒരു കെട്ടിടത്തിലേക്ക് പുറത്തെ വഴി അങ്ങോട്ടേക്ക് കയറി വരാനുള്ള സാഹചര്യവും ഉണ്ട് എന്നുള്ളതാണ് ചില ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം ഇനിയിപ്പോൾ സജീവമായി പുരോഗമിക്കും. അതിൻ്റെ അപ്ഡേറ്റുകൾ നമുക്ക് നൽകും. ശരി, TV പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്.